ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോകുന്നില്ല. അത് പുസ്തകം വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോന്നും ഓരോ ദിവസവും വെച്ചിട്ടാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത്. എല്ലാ പത്രങ്ങളെയുമാണ്, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി എല്ലാം ഉൾപ്പെടെയുള്ള പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ പഠിക്കാൻ ആരെങ്കിലും തയ്യാറായി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഈ തരത്തിലുള്ള തരം കെട്ട നെറികേടുകൾ കേരളത്തിൽ എങ്ങനെ അമ്മാനമായിട്ട് ഒരു സ്റ്റേറ്റിലും, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ ഉണ്ടാവില്ല. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം നൂറുകണക്കിന് കേസുകളിൽ അവർക്ക് ആ കേസിലെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ അബറ്റ്മെൻറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. ആർക്കും ഒരാക്ഷേപമില്ല അബറ്റ്മെൻ്റ് ഉണ്ടെന്ന്. ഗൂഢാലോചന നടന്നുള്ള 120B ഒരു കേസിലും ഇല്ല. എന്നിട്ട് BJPക്കാരുടെ പ്രസിഡൻ്റായിപ്പോയി, സെക്രട്ടറി ആയിപ്പോയി. 97 വയസ്സുള്ള O രാജഗോപാൽ കോടതിയിൽ വാറണ്ട്, അറസ്റ്റ് വാറണ്ടാണ്. ഇതിനെതിരായിട്ട് പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാനൊന്ന് പിന്നെ മാഡം ഒന്ന് കേട്ടിട്ട് ശേഷം ഉത്തരം ചോദിച്ചോളൂ. ഞാൻ അങ്ങോട്ട് വരാൻ തിരക്കുണ്ടോ? എന്നാൽ ഒന്നും ചോദിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ നിഷ്പക്ഷമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് അത് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കും. നാളെ നിങ്ങൾക്കും വരാം, മറ്റുള്ളവർക്കും വരാം. ഞാനിത് പറയുന്ന ഒരാൾ കോഴിക്കോട്ടെ പത്രപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് 12ഓളം കേസുകൾ ഞാൻ രക്ഷപ്പെടുത്തിയ ആളാണ്.